ഒരു പ്രത്യേക രാഷ്ട്രീയം അപ്പോൾ ഏതൊരു മാസത്തിൽ വേറെ രാഷ്ട്രീയക്കാരുടെ ഫലം എന്ന് പറയുന്നത് 75 കോടി കോമണായിട്ട് ഫലം പറയാറുണ്ട്. അത് സിമ്പിളാണ്. ഒരേ രാഷ്ട്രീയക്കാരായിട്ടുള്ള മനുഷ്യർ അവർ ഓരോരുത്തരും ഏതൊക്കെ മേഖലയിലാണ് അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നത് എന്ന് ധരിച്ച രാഷ്ട്രീയ അവരുടെ ഭാവിയെ പറ്റി ഏതാണ്ട് ഒരേ ഭാവി ഏതാണ്ട് ഒരേ കഴിവുകൾക്കും ആളായതാണ് രണ്ടാമത്തെ റോബർട്ട് അടിക്കാൻ ഡ്വെയ്ൻ ജോൺസൺ എന്ന് പറയുന്നത് റോബർട്ട് സിനിമകൾ എഴുത്തപ്പെട്ട രാഷ്ട്രീയം ഇവരെല്ലാം റോബർട്ട് അടിക്കാൻ ഇവരൊക്കെ ഏതൊക്കെ നിലയിലാണ് വ്യത്യാസം അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ മേഖലയാണ് വൈദഗ്ധ്യം പ്രവർത്തിച്ചതെന്ന് നമ്മളുടെ ഇതൊക്കെ പോലെ ജീവിക്കാവുന്ന പ്രവർത്തിക്കണം ഇനി മറ്റൊരു എപ്പോഴാണ് ജാതകം അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഗ്രഹനില കുറിക്കേണ്ടത്? കുഞ്ഞ് ജനിച്ച സമയം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിമിഷം അവിടെ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്. അവർ അതിന് മുമ്പ് ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. കാരണം ഒരു അൻപത് ഒരു കേന്ദ്രം മുന്നിൽ ബീജസങ്കലനം നടന്നു. അവിടെ നിന്ന് ഏതാണ്ട് 9 മാസത്തെ ഒരു നീണ്ട പ്രക്രിയയാണ്. നിങ്ങൾ എന്ന് പറയുന്ന ശിശു ജനിക്കുന്ന സമയത്ത് നിങ്ങൾ ജനിക്കുന്ന അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഗർഭാശയം നൽകുന്നത് പുറത്തേക്ക് വരും. അതിനുശേഷവും നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കാര്യത്തെ ശരിക്കും എവിടെയാണ് നിങ്ങളുടെ ഗ്രഹനില എപ്പോഴത്തെ ഗ്രഹനിലയാണ് പ്രസക്തമാവുന്നത്? അത് ജനിച്ച് നമ്മുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയം അത് തന്നെ ഒരുപാട് മനുഷ്യர்கள் സംഭവിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഈ അമ്പുകൾ കോഡ് എന്ന് പറയുന്ന ആ കോഡ് കട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ ദേഹത്തിന് അതിരിക്കട്ടെ. നിങ്ങൾ ജനിക്കുന്നത് വരെ ഈ ഇല്ലായ്മ ഈ കലാകാരന്മാരായിട്ടുള്ള വരുന്നത് എനിക്ക് പറയാൻ നിങ്ങളുടെ അമ്മയുടെ ശരീരം എന്ന് പറയുന്നത് ഒരു ചെറിയ വസ്തു മതിയോ അതിനകത്ത് ഒരു ശീലിയാവുന്ന നിസ്സാരമാണ് ഈ പറയുന്ന കലാകാരന്മാരായ സമയത്ത് എന്ത് അത്ഭുതമാണ് എന്ത് പ്രതിമാസമാണ് പെട്ടെന്ന് ഈ ഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മുകളിലേക്ക് സ്വാധീനിച്ചെത്താൻ ആകാശ ഗോളങ്ങൾ നിങ്ങളെ സ്വാധീനിക്കും എന്നത് ശരിയാണ് എന്ന് അതിനെ ഇതുവരെ എടുക്കാതെ തള്ളിക്കുന്നത് ശരി. ആകാശവാസങ്ങൾ സ്വാധീനിക്കുന്നത് എന്നത് ഇവരാണ് ഇതെല്ലാം അവിടെ ഭൂമിയേക്കാൾ വളരെ ലഭ്യമാണ്. ഈ ജനങ്ങളുടെ സ്വാധീനത്തെ ഒന്നുകൂടാണ് പക്ഷെ അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ കയറി അവയ്ക്ക് എന്ത് വ്യത്യാസം നിങ്ങൾ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാരണം ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വിഷയങ്ങളെ കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. ആ സമയത്ത് വികസിച്ച് വന്ന പഴയ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങളെ കുറിച്ച് അറിയാത്ത ഈ ഗ്രഹങ്ങളെ അറിയില്ല. അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങൾ അവതരിക്കുന്നത് വഴിക്കുന്ന പല സ്വാധീനങ്ങളെ യൂസ് ചെയ്യുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവരെ ഒന്നും വിശ്വസിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഗ്രഹങ്ങളുടെ എങ്ങനെയാണ്? ഇനി മറ്റൊരു പ്രശ്നം കുറച്ചുകൂടി ടെക്നിക്കലാണ്. അതായത് നമ്മൾ ഭൂമിയുടെ അച്ചുതന്നെ
അതിന്റെ അച്ഛൻ നിർത്തി അത് അതിന്റെ ഓപ്പോസിറ്റ് ലൈനുമായിട്ട് അതിന്റെ റെഫറൻസ് ആയിട്ട് എടുത്തത് 23 അടി കഴിഞ്ഞാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാശികൾ പക്ഷേ വളരെ നീണ്ട കാലയളവിൽ ഭൂമിയിലെ ഈ അസുഖങ്ങൾ സ്ഥിരമാണ്. കാരണം 23,000 വർഷം കൊണ്ട് ഒരു തവണ കടന്നു റിസഷൻ എന്ന് പറയുന്നത് എല്ലാ പ്രായോഗിക സ്ഥിരമായ ഒരു ദിശയിൽ ചൂണ്ടി നിർത്തുകയാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ആ അസുഖത്തിന്റെ അതിശയിച്ചു എന്നൊക്കെ പറയാവുന്നത് ഇത് സ്ഥിരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10,000 വർഷങ്ങൾക്ക് ഒരിക്കൽ എന്ന രീതിയിൽ ഇത് ഒരു കണക്കം പൂർത്തിയാക്കും. ഇതിനാണ് റിസഷൻ അല്ലെങ്കിൽ പുനഃസരണം എന്ന് പറയുന്നത്. ഭൂമിയുടെ അച്ചുതത്ത് അത് ചൂണ്ടി നിർത്തുന്ന ദിശയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സോഡിയാക് എന്ന് പറയുന്ന ആകാശത്തെ ബാൻഡ് വിക്ഷേപിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അച്ചുതത്തിന് വരുന്ന ഈ കറക്കം ഈ സോഡിയാക്കിന് അത് ഉണ്ടാക്കാൻ പോകുന്ന ഫലം ഇതിന്റെ മെക്കാനിസം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ നോക്കാറുണ്ട്. വാക്കില്ല അതിന്റെ കട്ട് എന്താണെന്ന് മാത്രം ഇതിന്റെ അനന്തരഫലം എന്ന് പറയാം. നമ്മളിപ്പോ ഡിസംബർ 1 എന്ന് പറയുന്ന ഡേറ്റ് ആ സമയത്ത് സൂര്യൻ സ്കോർപ്പിയസ് എന്ന് പറയുന്ന രാശിയിലാണ് എന്നാണ് പൊതുവെ നമുക്ക് കണക്കാക്കാം. പക്ഷെ അത് ഈ ഭൂമിയിലെ അച്ചുതത്തിന്റെ ഈ പ്രിസഷൻ ചലനം കാരണം കാലകാലം അതായത് 2000 വർഷം മുമ്പ് ഒരു ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ അന്ന് സൂര്യൻ സ്ഥിരത്തിലായിരിക്കില്ല, തമിഴായിരിക്കും. നേരെ മറിച്ച് ഒരു 2000 വർഷം ഒരു മുമ്പോട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു രാജ്യത്തേക്ക് മാറും. അത് ഈ ദുരന്തങ്ങൾ കാരണം ഇത് നമ്മൾ ഇന്നത്തെ കാലത്ത് സൂര്യൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കി നമ്മൾ അതിന്റെ പല ജ്യോതിഷ പുസ്തകങ്ങൾ നോക്കി അതിന്റെ ഫലം കണ്ടുപിടിച്ചാൽ ഈ ജ്യോതിഷ പുസ്തകം എഴുതിയ പുസ്തകം എഴുതിയ സമയത്ത് സൂര്യൻ രാശിയിലായിരുന്നില്ല. അങ്ങനെ ഒരു സാങ്കേതിക എല്ലാ ഭൗതിക സൗകര്യങ്ങളും അതായത് എന്തെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നത് ആ സ്രോതസ് ദൂരെയാണ് അപ്പോഴാണ് ഫലം പറയുന്നത്. മേലോട്ടേക്ക് പോകുന്നത് അതിന് വളരെ പെട്ടെന്ന് ചന്ദ്രൻ മാത്രമാണ് ബാക്കി എല്ലാ ആകാശങ്ങളെല്ലാം തന്നെ സൂര്യനിലാണ് ഭൂമി. അപ്പോ ഭൂമി വരുന്നതെന്നുണ്ടെങ്കിൽ വല്ലാതെ ചോദ്യം എടുത്തു കഴിഞ്ഞാൽ 55 കോടി 400 കിലോമീറ്റർ വരെ ഭൂമി അങ്ങനെയാണെങ്കിൽ ഭൂമി സൂര്യൻ വളരെ അടുത്തായിരിക്കും വരുന്നത്. ഭൂമി ഒരുപാട് ദൂരെയായിരിക്കും വരുന്നത്. സൂര്യനെ ഇഫക്ട് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിൽ വരുന്ന വ്യത്യാസം പോലെ പക്ഷേ ഇനി ഇതിന് മറുപടിയായി പറയുന്നത് ജനങ്ങളുടെ ആശ്രിതമാണ് അവരുടെ എൻജിറ്റി എന്നതിൽ മാത്രമാണ് പ്രശ്നമില്ല. ദൂരെയാണ് എന്നുള്ളതുകൊണ്ട് സ്വാധീനം പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ദൂരെയാണെന്നുള്ളതുകൊണ്ട് സ്വാധീനം നമുക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വസ്തു ഉണ്ടെങ്കിൽ അതിന് ഫലമുണ്ട്. ദൂരെയാണോ അടുത്താണോ പരിഗണിക്കേണ്ടതില്ല എന്നത് പറഞ്ഞു തരികയാണ്. അത് സൗകര്യവും ഉൾപ്പെടുന്ന നമ്മുടെ മെസ്സിയുടെ കാലത്ത് വലിയ